എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു എസ്കലേറ്റർ കാണിക്കും. അതാണെങ്കിൽ പതിയെ പതിയെ അങ്ങനെ മെൽറ്റായി വീഴുകയാണ്. അത് കണ്ട് കുട്ടികളാണെങ്കിൽ അത് കുറേശ്ശെ തിന്നാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയും പുട്ടിങ്ങും അവർ രണ്ടുപേരും ബ്രൈഡൽ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സാഞ്ചിയുടെ മനസ്സിലാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ടീ പാർട്ടി നടക്കുന്ന ആ ഒരു ടോപ്പ് ഫ്ലോർ കാണിക്കും. അവിടെ നമ്മുടെ കപ്പോംസ് ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉടനെ ആളുടെ വയറ്റിലെ ആ ഒരു കാസ്റ്റില് അതിന്റെ ഡോർ അങ്ങനെ ക്യാഷ്വലായിട്ട് തുറന്ന് നമ്മുടെ ചെക്കൻ ലൂഫി അവനൊരു തൊപ്പിയൊക്കെ വെച്ച് പുറത്തേക്ക് വരും. ഞാൻ റെഡിയാണ്, നമുക്ക് നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ടൈം ആയോ എന്ന് ഇപ്പൊ അവനോട് ചോദിക്കും. കപ്പോംസ് ആണെങ്കിൽ ലൂഫിയെ കണ്ട് ഷോക്കാവും. ടൈം ആയിട്ടില്ല, നീ അകത്തേക്ക് പോവാൻ പറഞ്ഞ് അവനെ അകത്തേക്ക് പിടിച്ച് തള്ളുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ലൂഫി അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് കാണുക. കൺട്രോള് പോയ ലൂഫി ആണെങ്കിൽ അത് കഴിക്കാനായിട്ട് പുറത്തേക്ക് ചാടി വരും. അവനാണെങ്കിൽ അതിന് കപ്പോംസ് ലൂഫിയെ പിടിച്ചു വലിച്ച് അകത്തിട്ട് ഡോർ അടയ്ക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ ചെവിയിലൂടെ പുറത്തേക്ക് വരും. അവൻ ചെവിയിലൂടെ തന്നെ ലൂഫി അകത്തേക്ക് ഇടുമ്പോൾ അവൻ കണ്ണ് തുറന്നു വരും. ഇത് കണ്ട നാമിയാണെങ്കിൽ ലൂഫിയുടെ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്ത് കലിപ്പില് ലൂഫി അകത്തേക്ക് പിടിച്ചിടുകയാണ്. കപ്പോംസിനാണെങ്കിൽ എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആള് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ നാക്ക് നീട്ടിയവൻ അവൻ അവിടേക്ക് ആരൊക്കെ വന്നു എന്നുള്ള ലിസ്റ്റ് അത് കപ്പോംസിന് വായിച്ചു കൊടുക്കും. ബിഗ് മോമിന്റെ ഓരോരോ മക്കളുടെ പേരുകളായിട്ട് ആ ലിസ്റ്റിൽ അവൻ വായിക്കുകയാണ്. അവനാണെങ്കിൽ എല്ലാവരെയും ചൂണ്ടിക്കാണിച്ചു പറയും, നമുക്കിപ്പോ ഇത്രയധികം ശത്രുക്കളുണ്ട്. അത് കേട്ട ഡോർ ഷോക്കാവും. ഉടനെ കപ്പോംസ് ആ നാക്ക് നീണ്ടവനെയും ഓട്ടിത്തലേനെയും അവരെ രണ്ടുപേരെയും താഴേക്ക് പറഞ്ഞയക്കും. ഇനി അവരവിടെ നിർത്തിയ വലിയ കുഴപ്പമാവുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതേസമയത്ത് ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ടീ പാർട്ടിയെക്കുറിച്ചും പുട്ടിങ്ങിനെ കുറിച്ചും കുറിച്ചും ഒക്കെ ക്യാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവിടെയുള്ള ഒരു സെക്യൂരിറ്റി അവൻ ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ വളരെയധികം കെയർഫുൾ ആയിട്ട് അവിടേക്ക് കൊണ്ടുവരിക. ബിഗ് മോമിനാണെങ്കിൽ അവളുടെ അമ്മയുടെ ഫോട്ടോ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി അങ്ങനെ ചിരിച്ചു നിൽക്കും. പക്ഷെ അവിടെയുള്ള ചിലർക്കാണെങ്കിൽ ആ ഫോട്ടോയിലുള്ള ആരാണെന്ന് മനസ്സിലാവില്ല. അവർ ബിഗ് മോമിനോട് അതാരാണെന്ന് ചോദിക്കും. അതിനവളാണെങ്കിൽ ഫുൾ കലിപ്പില് അവരെ കണ്ണുരുട്ടി നോക്കുകയാണ്. കട്ട് ചെയ്ത ആ കിച്ചൺ സൈഡിലുള്ള ചില ഷെഫുകളെ കാണിക്കുകയാണ്. അവരിൽ പലരും നമ്മുടെ കപ്പോംസിന്റെ ആൾക്കാരാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോ കപ്പോംസിനെ കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല കപ്പോംസ് പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ഇവരും ഒരുപാട് മൂവ്മെന്റ്സ് നടത്തും. അതിനുശേഷം കപ്പോംസ് പറഞ്ഞതനുസരിച്ച് അവന്റെ ആൾക്കാർ അവിടെ മുഴുവൻ നെറ്റ്വർക്ക് ജാമറുകൾ ഫിക്സ് ചെയ്യാണ്. അപ്പൊ അവരെ കറക്റ്റായിട്ട് അവിടെയുള്ള ഒരു റിയൽ ഷെഫ് കാണും. അവനാണെങ്കിൽ അവരെ അടിമുടിയൊന്ന് നോക്കും. അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഷെഫുകളല്ല എന്ന്. അവൻ ആ കാര്യം അതോറിറ്റി അറിയിക്കാനായിട്ട് ചുറ്റും നോക്കുകയാണ്. കറക്റ്റ് സമയത്ത് നാക്ക് നീണ്ടവനും ഗോട്ടിത്തലേനും അവരവിടേക്ക് വരും. ആ ഷെഫാണെങ്കിൽ ഇവരുടെ കാര്യം അത് അവരുടെ അടുത്ത് പറയുകയാണ്. അവരാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, ഒരു ഗണ്ണെടുത്ത് ആ കംപ്ലൈന്റ് ചെയ്ത ഷെഫിനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. കട്ട് ചെയ്ത ടീ പാർട്ടിക്ക് വേണ്ടി വന്ന ഗസ്റ്റുകളെല്ലാം ഒരുപാട് ഗിഫ്റ്റുകൾ ബിഗ് മോമിന് കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. മാത്രമല്ല അവളുടെ കയ്യിൽ ആ ടൊമാറ്റോ ബോക്സ് അത് കിട്ടിയ കാര്യം അറിഞ്ഞ് ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചോദിക്കാനും തുടങ്ങും. അവൾക്കാണെങ്കിൽ ആ ടൊമാറ്റോ ബോക്സ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. അവളാണെങ്കിൽ ആ ടൊമാറ്റോ ബോക്സ് അത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, പുട്ടിങ്ങിന്റെ കല്യാണ സമയം അപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാനത് ഓപ്പൺ ചെയ്യും. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരുപാട് ആകാംക്ഷയിൽ അതിലേക്ക് നോക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് കപ്പോംസ് അവൻ സീസറിനോട് ഒരു കണ്ണാടിയുമായിട്ട് പുറത്തേക്ക് വരാൻ പറയും. എന്നിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് അത് ഫിക്സ് ചെയ്യാൻ പറഞ്ഞ് ആ കണ്ണാടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. കാരണം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതുവഴിയാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും രക്ഷപ്പെട്ടു പോവേണ്ടത്. കപ്പോംസ് ആണെങ്കിൽ അവന്റെ വയറ്റിലേക്ക് തലയിട്ട് നമ്മുടെ ആൾക്കാർ റെഡിയായോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടേബിളിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതിന് കപ്പോൺ ടെൻഷനായിട്ട്, യു ഗായ്സ് ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? അതിന് ജിംബൈ ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് ഒരു കണക്കിന് നമ്മുടെ ആൾക്കാരെ എഴുന്നേൽപ്പിക്കുകയാണ്. പുട്ടിങ്ങും സാഞ്ചിയും അവർ രണ്ടുപേരും ഇപ്പോൾ റൂമിലിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇതുപോലെ ഒരു പച്ചപ്പാവം അവളാണോ അത്രയും ടെററായിട്ട് ഒരു വില്ലത്തിയെ പോലെ സംസാരിച്ചത്? ഇനി ഒരു പക്ഷേ അതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കോ? ഇല്ല, ഒരു കാരണവശാലും അതൊന്നും എൻ്റെ തോന്നലല്ല. ഇതെല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ ഫ്രണ്ട്സും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഇവളും ഇവളുടെ അമ്മയും ആൾക്കാരും എല്ലാവരും എൻ്റെ ഫാമിലിയെയും കൊല്ലാൻ തന്നെയാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കും. അത് കണ്ട് പുട്ടിങ്ങും മുഖത്ത് നല്ലൊരു നിഷ്കളങ്ക ഭാവവും ചെറിയ കണ്ണീരൊക്കെ കൊടുത്ത് അവനെ നോക്കുകയാണ്. അവളുടെ ആ സിംപ്ലിസിറ്റിയും ദുഃഖഭാവവും ഒക്കെ കണ്ട് നമ്മുടെ ചെക്കൻ അതിൽ അലിഞ്ഞു പോവാണ്. അപ്പോഴും അവനവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കും. ഇല്ല, ഇത് അവളുടെ വെറും ട്രാപ്പ്
ട്രാപ്പാണ്. ഏറ്റവും വലിയ ക്വാളിറ്റി നന്നായിട്ട് അഭിനയിക്കുക എന്നതാണ്. ഞാൻ ഈ അഭിനയത്തിൽ വീഴാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടെ സ്ലൈറ്റ്ലി അവനെ ഒന്ന് നോക്കും. അവൾ അനുരാഗ വിവശയായി അവനെ പതിയെ തിരിഞ്ഞു നോക്കും. അവൻ ഒരു സെക്കൻഡ് അവരുടെ വെഡിങ് മൊമെന്റ് അത് ഓർമ്മ വന്ന് മൂക്കിലൂടെ ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് തെറിച്ച് ബ്ലഡ് വന്ന ഫോഴ്സിൽ മുകളിലേക്ക് പോയി ആ ഫ്ലോറിൽ അവന്റെ തല ആഞ്ഞിടിക്കുകയാണ്. ഇവിടെ പുട്ടിങ്ങിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചത്താ മതിയെന്നാവും. അവളങ്ങനെ മനസ്സിലെ വെറുപ്പ് അത് കൂട്ടി കൊണ്ടുവരാണ്. മറ്റൊരു ഭാഗത്ത് ആ കപ്പോംസ് അവനാണെങ്കിൽ ആ ഹാളിലൂടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ആരൊക്കെ ചുറ്റുമുണ്ട്, ഓരോരുത്തരുടെയും മൂവ്മെന്റ്സ്, അവരെന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കി മനസ്സിലാക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ റേച്ചു, അവൾക്കിപ്പോ സാഞ്ചിയെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനാവും. കാരണം അവൾ ഒരുപാട് സംസാരിച്ച് അവനെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും എരന്നു വാങ്ങാനായിട്ട് ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നു. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു തീരുമാനം അതെടുത്തിട്ടുണ്ടാവാൻ ചിന്തിച്ച് അവൾ ആകെ പേടിച്ചും ടെൻഷൻ അടിച്ചും അങ്ങനെ ഒരുങ്ങി നിൽക്കും. റേച്ചുവിനെ കൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. ഇവരോടെല്ലാവരോടും ഫൈറ്റ് ചെയ്ത് സാഞ്ചിയെ രക്ഷിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം, അവളാണെങ്കിൽ എല്ലാം മറന്ന് ആ ഒരു ടീ പാർട്ടി അതിൽ മറന്ന് മുഴുകി ആഘോഷിക്കുകയാണ്. അപ്പൊ പരസ്പരം അവൻ കപ്പോംസിന്റെ അടുത്തേക്ക് വന്ന് എന്തുപറ്റി, എല്ലാം ഓക്കെ അല്ലേ, സെക്യൂരിറ്റീസ് ഒക്കെ പക്കയായിട്ട് പോകുന്നില്ലേ? അതിന് കപ്പോനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം പക്കയായിട്ട് മുൻപോട്ടേക്ക് പോകുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പരസ്പരം കപ്പോണിനെ ഒന്ന് അട്ടിമുടി നോക്കും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു കാരണവശാലും ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞ് കപ്പോണിനെ പറഞ്ഞയക്കുകയാണ്. കപ്പോണിനാണെങ്കിൽ അവന്റെ ആ വാക്കുകളിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ബിഗ് മോം, അവളാണെങ്കിൽ വിൻസ്മോക്കിനോട് ചോദിക്കും, പാർട്ടിയൊക്കെ അടിപൊളിയല്ലേ, ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിനാൾ പറയും, യെസ്, ഇതുപോലൊരു പാർട്ടി അതാദ്യമായിട്ടാണ് കാണുന്നതും പങ്കെടുക്കുന്നതും, ഇത്രയും ഗ്രാൻഡായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബിഗ് മോം അവള് പല്ലിറുമി ഇപ്പൊ മനസ്സിൽ ചില കാര്യങ്ങൾ പൊറുപൊറുക്കുകയാണ്. ഇത് നിന്റെ അവസാനത്തെ പാർട്ടിയാണ്, ഇതോടുകൂടെ വിൻസ്മോക്ക് ഫാമിലി ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ മനസ്സിൽ ചിരിക്കും. വിൻസ്മോക്ക് ആണെങ്കിൽ ബിഗ് മോമിനോട് പറയും, ഈ കല്യാണം കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയം ഇവിടെ നമ്മുടെ ആൾക്കാർ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് അവരുടെ പ്ലാന് പതിയെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ ഡ്രസ്സ് ഇടുകയാണ്. ഇവിടെ ആ വില്ലത്തി പുട്ടിങ്, അവളാണെങ്കിൽ ഗൺ ഓരോ പൊസിഷനിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ട്രെയിനിങ് എടുക്കും. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവിടേക്ക് വന്ന് അവളെയും കൂട്ടി ആ വെഡിങ് നടക്കുന്ന ഭാഗത്തേക്ക് പോവാണ്. അവൾ വീണ്ടും ഞൊടിയിടയിൽ ആ നിഷ്കളങ്കമായ ഭാവത്തിലേക്ക് വന്ന് ഗൺ ഒളിപ്പിച്ച് അവനോടൊപ്പം നടന്നു വരും. ഇവിടെ സ്റ്റേജിൽ വമ്പം പാട്ടും ആരവങ്ങളും മ്യൂസിക്കും വെടിക്കെട്ടൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാരെ രണ്ടുപേരെയും അവിടേക്ക് ഒരു നല്ല എൻട്രൻസ് ഒക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഇവിടെ കപ്പോംസിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം സാഞ്ചിക്ക് അവനാണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ പോലും അവന് ഭയത്തിന്റെ ഒരു കണിക പോലും ഇപ്പൊ കാണാനില്ല. കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.